കാരടുക ബല്ലാള രാജവംശത്തിന്റെ പുതിയ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ദേലമ്പാടി ഗണേശ് തന്ത്രിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ശിലാസ്ഥാപന ചടങ്ങുകൾ നടന്നത്. ഹോമചടങ്ങുകളും വിവിധ പൂജാതി കർമ്മങ്ങളും ഇതോടൊപ്പം നടന്നു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. കാരടുക ബല്ലാള രാജവംശത്തിന്റെ പുതിയ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം പ്രൗഢമായ ചടങ്ങിൽ ദേലമ്പാടി ഗണേശ് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. ഈ അവസരത്തിൽ ഹോമ ചടങ്ങുകളും വിവിധ പൂജാതി കർമ്മങ്ങളും നടന്നു. സ്ഥലം വൃത്തിയാക്കൽ, 108 തേങ്ങ ഗണപതി ഹോമം, ഭൂമി പൂജ, സഞ്ജീവനി മൃത്യുഞ്ജയ ഹോമം, ഐക്യമത്യ ഭാഗ്യസൂക്യ ഹോമം, സപ്തശുദ്ധി ഹോമം, ഭൂവരാഹ പൂജ, മറ്റ് വേദപരിപാടികൾ എന്നിവയാണ് നടന്നത്. ചടങ്ങിൽ ദേലമ്പാടി ഗണേശ് തന്ത്രി അനുഗ്രഹം നൽകി സംസാരിച്ചു. മുൻകാല ചരിത്രത്തിൽ സുവർണ ലിപികളിൽ പതിച്ച പ്രശസ്തമായ കാരടുക ബല്ലാള രാജവംശത്തിന്റെ കൊട്ടാരം വളരെ മനോഹരമായി നിർമ്മിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ಎಲ್ಲ ರೀತಿಯ ಅನುಕೂಲಕ್ಕೋಸ್ಕರವಾಗಿ ಮಾಡಿರುವಂಥ ಇದು ಮುಂದಿನ ದಿವಸದಲ್ಲಿ ಯಾವುದೇ ರೀತಿಯ ಕುಂದುಕೊರತೆಗಳಿಲ್ಲದೆ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಬಂದಂಥ ಎಲ್ಲ ಆ ಪ್ರಜೆಗಳಿಗೂ ಸಮೇತ ಮನಸ್ಸು ಸಮಾಧಾನ ಆಗುವ ರೀತಿಯಲ್ಲಿ ಈ ಸ್ಥಳಕ್ಕೆ ಬರುವಂಥ ಸಮಯದಲ್ಲಿ ಉತ್ತಮ ಸಂತೋಷವಾಗುವಂಥ ರೀತಿಯಲ್ಲಿರುವಂಥ ವಾತಾವರಣದಲ್ಲಿ ನಾವು ಉತ್ತಮವಾಗಿರುವಂಥ ಅರಮನೆಯನ್ನು ನಿರ್ಮಾಣ ಮಾಡಿಕೊಂಡು ಬರ್ತೇವೆ. ಅದಕ್ಕೆ ಪೂರಕವಾಗಿ ದೇವರ ಅನುಕೂಲವು ಸಕಲ ಭಕ್ತರ ಪ್ರೀತಿ ವಿಶ್ವಾಸದ ಪರಿಪೂರ್ಣವಾಗಿರುವಂಥ ಸಹಕಾರವು ನಮ್ಮ ಜೊತೆಗೆ ಬಂದು ಆದಷ್ಟು ಶೀಘ್ರದಲ್ಲಿ ಉತ್ತಮ ರೀತಿಯ ಆ ಅರಮನೆಯನ್ನು ನಿರ್ಮಾಣ ಮಾಡಿ ಭಕ್ತರಿಗೋಸ್ಕರವಾಗಿ ಒದಗಿಸಿಕೊಡಲಿಕ್ಕಿರುವಂಥ ಎಲ್ಲ ಆ ಸೌಭಾಗ್ಯನ ಎಲ್ಲರೂ ಅನುಗ್ರಹಿಸಿಕೊಳ್ಳಲಿ ಅನ್ನುವಂಥ ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡ್ತಾ ನನ್ನೆರಡು ಮಾತನ್ನು ದೇವರ ಸನ್ನಿಧಿ ಸಮರ್ಪಿಸಿ. അഷ്ടമംഗല ജ്യോതിഷത്തിന്റെ ചിന്തയനുസരിച്ച് പുരാതന കാലത്ത് കാരടുക ബല്ലാള രാജകുടുംബം 64 ഗ്രാമങ്ങളിലും 8 ദിശകളിലും പെട്ടവയായിരുന്നു. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സ്വത്തുവകകൾ ബല്ലാള രാജകുടുംബത്തിന്റെ ജീവിത സാക്ഷ്യമാണെന്ന് പ്രശസ്ത ജ്യോതിഷിയായ സുറത്കൽ നാഗേന്ദ്ര ഭരദ്വാജ് ഭട്ട് പറഞ്ഞു. ഈ സമാജം ಇನ್ನೂ ಮೇಲೆ ಬರಬೇಕು. ಇಡೀ ನಮ್ಮ ಈ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯನ್ನು ಪೂರ್ವಕಾಲದಲ್ಲಿ ಮುನ್ನಡೆಸಿದಂಥ ಒಂದು ಸಮಾಜ. ಹಾಗಿರುವಾಗ ಇನ್ನು ಮುಂದೆಯೂ ಈ ಸಮಾಜದ ಈ ಬಲ್ಲಾಳ ಸಮಾಜದವರು ಈ ಸಮಾಜದ ಈಗಿನ ನೂತನವಾದಂಥ ನಮ್ಮ ಜಿಲ್ಲೆ ಏನುಂಟ ಅವರನ್ನೆಲ್ಲ ಮುನ್ನಡೆಸಿಕೊಂಡು ಹೋಗಿ ಜನನಾಯಕರಾಗಿ ಮೇಲೆ ಬರಲಿ. ಈಗ ಇಡೀ ಬಲ್ಲಾಳ ಸಮಾಜ ಎದ್ದು ನಿಲ್ಲಿ ಅಂತ ನನ್ನ ಕಳಕಳಿಯ ಪ್ರಾರ್ಥನೆ. ജോത്സ്യൻ മണികണ്ഠൻ കരിവള്ളൂർ, ഉണ്ണികൃഷ്ണൻ ജ്യോതിഷി, വാസ്തുശില്പി ഭദ്രടുക രമേശ് കാരന്ത്, കർണൂർ മഠത്തിലെ രാജാവ് ഭുവനേഷ് കല്ലൂരായ, കൊട്ടാരവുമായി ബന്ധപ്പെട്ട ചടക കുടുംബത്തിലെ അനന്തകൃഷ്ണ ചടക, അരളിത്തായ കുടുംബത്തിലെ സുരേഷ് അരളിത്തായ, ഉദയരാജ അരളിത്തായ, കാരടുക ബല്ലാള കുടുംബത്തിന്റെ മുതിർന്ന അംഗം കൊല്ലൂരമൂലെ ഗംഗാധര ബല്ലാള, മുണ്ടോളു ശ്രീ മഹാവിഷ്ണു ദുർഗാപരമേശ്വരി ക്ഷേത്ര ട്രസ്റ്റി രഘുറാം ബല്ലാള, കൊട്ടാരവുമായി ബന്ധപ്പെട്ട വിവിധ തറവാടുകളിലെ മുതിർന്നവരും ബല്ലാള രാജകുടുംബത്തിലെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.